നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോർപ്പറേറ്റുകൾക്ക് പരവതാനി വിരിച്ച് അഴിമതിക്ക് കളമൊരുക്കുന്ന ബജറ്റാണ് ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയുമായ VD സതീശൻ അവതരിപ്പിച്ചതെന്ന് മുൻ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്. വീര്യം കുറഞ്ഞ മദ്യം യഥേഷ്ടം ഒഴുക്കാനാണ് മദ്യനികുതിയിൽ ഇളവ് വരുത്തിയതെന്നും ജീവനക്കാർക്കോ സമൂഹത്തിനോ ഉപകാരപ്രദമല്ലാത്ത ബജറ്റാണ് അവതരിപ്പിച്ചതെന്നും മുൻ മന്ത്രി. തള്ളലിൽ മാത്രം വിസ്മയം തീർക്കുന്ന മുഖ്യമന്ത്രിയുടെ വാക്കിന് അദ്ദേഹം തന്നെ വില കൽപ്പിക്കുന്നില്ലെന്നും MP രാജേഷ്. വരുമാനത്തിൽ പങ്കുണ്ട്, ബജറ്റിൽ സ്ഥാനമില്ല. കേരള ബജറ്റിൽ പ്രവാസി അവഗണന ആരോപിച്ച് ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. UDF സർക്കാരിൻ്റെ ജനപ്രിയ ബജറ്റിനെ സ്വാഗതം ചെയ്ത് NGOA, KGOU സംഘടനകളുടെ ആഹ്ലാദ പ്രകടനം പാലക്കാട്. ബഹളത്തിൽ മുങ്ങി ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗം. PMA ജലീൽ മുദ്രാവാക്യത്തിൽ അൺപാർലമെന്ററി പദം ഉപയോഗിച്ചു എന്നാരോപിച്ച് LDF കൗൺസിലർമാർ നടത്തലത്തിലിറങ്ങി. വാക്കേറ്റം രൂക്ഷമായതോടെ LDF UDF അംഗങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു. ഇടതു വലതു മുന്നണികളുടെ പൊറാട്ട് നാടകം അവസാനിപ്പിക്കണമെന്ന് BJP. അജണ്ട ചർച്ച ചെയ്യാൻ ആർജവമില്ലാത്ത ഭരണസമിതി രാജിവെക്കണമെന്നും BJP. പട്ടികജാതിക്കാരിയായ പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ പലതവണ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പാഞ്ഞാൾ സ്വദേശിക്ക് ജീവപര്യന്തം തടവും 2,50,000 രൂപ പിഴയും വിധിച്ച് കോടതി. രണ്ടാനമ്മയ്ക്കൊപ്പം താമസിച്ചിരുന്ന 14-കാരിയെ നാട്ടുകാരനും പരിചയക്കാരനുമായ പ്രതി ഭീഷണിപ്പെടുത്തി പലതവണ പീഡിപ്പിച്ച കേസിലാണ് വിധി. തൃപ്രയാറിൽ 16 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. കവർച്ചാ സംഘത്തിൽപ്പെട്ടവരെ തിരിച്ചറിഞ്ഞതായും കവർച്ചയ്ക്ക് പിന്നിൽ രഞ്ജിത്ത് എന്ന ആളുടെ നേതൃത്വത്തിലുള്ള സംഘമാണെന്നും പോലീസ്. തട്ടിപ്പിനിരയായത് പാലക്കാട് വിളയൂർ പഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ. പട്ടാമ്പി പാതയിലെ ഗതാഗത നിയന്ത്രണം. കുരുക്കിലായത് കണയം മണ്ണാറമ്പാറ പ്രദേശവാസികൾ. പട്ടാമ്പി പാതയിൽ നിയന്ത്രണമുള്ളതിനാൽ വലിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടതോടെ കണയം മണ്ണാറമ്പാറ റോഡിൽ ചരക്ക് ലോറികൾ കുടുങ്ങുന്നത് പതിവാകുന്നു. സൂചനാ ബോർഡ് പരിഗണിക്കാതെ ഇതുവഴിയുള്ള വലിയ ലോറികളുടെ കടന്നുപോക്ക് പല ഭാഗങ്ങളിലും റോഡ് തകർച്ചയ്ക്കും ചില ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തി തകരുകയും മണിക്കൂറോളം ഗതാഗതക്കുരുക്ക് നേരിടുകയാണെന്നും നാട്ടുകാർ. വാർത്തകൾ വിശദമായി. കോർപ്പറേറ്റുകൾക്ക് പരവതാനി വിരിച്ച് അഴിമതിക്ക് കളമൊരുക്കുന്ന ബജറ്റാണ് ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയുമായ VD സതീശൻ അവതരിപ്പിച്ചതെന്ന് മുൻ എക്സൈസ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യം യഥേഷ്ടം ഒഴുക്കാനാണ് മദ്യനികുതിയിൽ ഇളവ് വരുത്തിയതെന്നും ജീവനക്കാർക്കോ സമൂഹത്തിനോ ഉപകാരപ്രദമല്ലാത്ത ബജറ്റാണ് അവതരിപ്പിച്ചതെന്നും മുൻമന്ത്രി പറഞ്ഞു. തള്ളലിൽ മാത്രം വിസ്മയം തീർക്കുന്ന മുഖ്യമന്ത്രിയുടെ വാക്കിന് അദ്ദേഹം തന്നെ വില കൽപ്പിക്കില്ലെന്നും MP രാജേഷ് കൂട്ടിച്ചേർത്തു. ജീവനക്കാർക്കോ സമൂഹത്തിനോ ഉപകാരപ്രദമില്ലാത്ത ബജറ്റാണ് അവതരിപ്പിച്ചത്. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ ഇളവ് നൽകിയതിന് പിന്നിൽ കർണാടക ലോബിയാണ്. ഇവരിൽ നിന്ന് VD സതീശന് എത്ര കിട്ടിയെന്ന് വ്യക്തമാക്കണം. മദ്യത്തിന് നികുതി കുറച്ചത് സംസ്ഥാനത്തിന് വരുമാന നഷ്ടമുണ്ടാകും. വീര്യം കുറഞ്ഞ മദ്യം വിദ്യാർത്ഥികൾക്കിടയിൽ സുലഭമാകും. ഇത്തരം കമ്പനികൾക്ക് LDF സർക്കാർ അനുമതി നൽകിയിട്ടില്ല. മദ്യത്തിനെതിരെ പ്രസംഗിച്ചു തുറന്നവരാണ് മദ്യമൊഴുക്കുന്ന നയത്തിന് വഴിവെക്കുന്നത്. വകുപ്പുകൾ തമ്മിലുള്ള തമ്മിലടിയാണ് UDF സർക്കാരിൽ കാണുന്നത്. ആരോഗ്യവകുപ്പും തദ്ദേശ വകുപ്പും തമ്മിലുള്ള അടി മഴക്കാലപൂർവ്വ ശുചീകരണത്തെ ബാധിച്ചു. പകർച്ചവ്യാധികൾ തടയുന്നതിലും സർക്കാർ പരാജയമാണ്. കോർപ്പറേറ്റ് കമ്പനികളെ ഒഴിവാക്കാനുള്ള തീരുമാനങ്ങളും നിർദ്ദേശങ്ങളുമാണ് ബജറ്റിന്റെ ഉള്ളടക്കം. 5 കോടിക്ക് കേരളത്തിൽ നിന്ന് ഉപഗ്രഹം വിക്ഷേപിക്കുമെന്നാണ് തള്ളലിലെ പ്രധാനം. തള്ളിൽ മാത്രം വിസ്മയം തീർക്കുന്ന മുഖ്യമന്ത്രിയുടെ വാക്കിന് അദ്ദേഹം തന്നെ വില കൽപ്പിക്കുന്നില്ലെന്നും MP രാജേഷ് പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യം എന്ന പേരിൽ നാട്ടിൽ മുഴുവൻ മദ്യം ഒഴുക്കാനും അതിന് നികുതി ഇളവ് കൊടുക്കാനുമുള്ള തീരുമാനം. വീര്യം കുറഞ്ഞ മദ്യം എന്ന പേരിൽ ലഭ്യമാക്കുന്നത് സ്പിരിറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മദ്യമാണ്. മദ്യത്തിനെതിരായിട്ട് വലിയ പ്രസംഗം നടത്തിയിരുന്നവരാണ് ഇപ്പോൾ മദ്യം സുലഭമാക്കി മാറ്റുന്നത്. ഇതിനാണ് മദ്യം ഒഴുക്കുക എന്ന് പറയുന്നത്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് പറയുന്ന ധനകാര്യമന്ത്രി അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ആ ധനകാര്യമന്ത്രിയാണ് ഏറ്റവും ചുരുങ്ങിയത് 600 കോടി രൂപയുടെ നഷ്ടം ഈ നികുതി ഇളവിലൂടെ വരുത്തിയിട്ടുള്ളത്. കർണാടക മദ്യ ലോബി ഇതിന്റെ പിന്നിലുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. UDF സർക്കാരിൻ്റെ ജനപ്രിയ ബജറ്റിനെ സ്വാഗതം ചെയ്ത് NGOA, KGOA സംഘടനകൾ പ്രകടനം നടത്തി. NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം V സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ കുടിശ്ശികയില്ലാത്ത ക്ഷാമബത്ത ഉറപ്പാക്കിയും മെഡിസിപ്പ് പദ്ധതിയിൽ സമഗ്ര പരിഷ്കരണം വരുത്തിയും UDF സർക്കാർ പ്രഖ്യാപിച്ച ജനപ്രിയ ബജറ്റിനെ സ്വാഗതം ചെയ്ത് NGO അസോസിയേഷൻ, കേരള ഗവൺമെന്റ് ഓഫീസ് യൂണിയൻ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ പാലക്കാട്ട് ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചു. കുടിശ്ശികയില്ലാതെ DA ഉറപ്പാക്കിയതും മെഡിസപ്പിലെ അപാകതകൾ പരിഹരിച്ച് സമഗ്ര പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ചതും കഴിഞ്ഞ കാലത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ വിസ്മയമാണെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു.
അതോടൊപ്പം എല്ലാ ജീവനക്കാരുടെയും ലീവ് സറണ്ടർ യാഥാർത്ഥ്യമാക്കുന്നതിനും NPS വിഷയത്തിൽ സത്വര ഇടപെടൽ നടത്തുന്നത് ഉറപ്പാക്കിയതിനും ജീവനക്കാർ സർക്കാരിന് നന്ദി രേഖപ്പെടുത്തി. NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സിവിൽ സർവീസിനോടും സർക്കാർ ജീവനക്കാരോടും അനുകൂലമായ സമീപനമാണ് പുതിയ സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. NGOA ജില്ലാ സെക്രട്ടറി ഗുരുദാസ് കെ രാജ് അധ്യക്ഷത വഹിച്ചു. NGOA സംസ്ഥാന സെക്രട്ടറി അംഗം A. ഗോപിദാസ്, KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ രാജേഷ്, KGOU പാലക്കാട് ജില്ലാ സെക്രട്ടറി സുജിത്, NGO ജില്ലാ ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ, റോബർട്ട്, ജെയിൻ, MR രഘുപ്രസാദ്, വിജയകുമാർ തോമസ് എന്നിവർ സംസാരിച്ചു. NGOA ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് സ്വാഗതവും ജില്ലാ ട്രഷറർ J. അനീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള ബജറ്റിൽ പ്രവാസി അവഗണനയ്ക്കെതിരെ കേരള പ്രവാസി സംഘം ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. വരുമാനത്തിൽ പങ്കുണ്ട്, ബജറ്റിൽ സ്ഥാനമില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു മാർച്ച്. സംഘം ഏരിയ സെക്രട്ടറി C. മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് AP അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. നന്ദിനി മേനോൻ, K. കമലം, മുഹമ്മദ് ബഷീർ, M. ജയകുമാർ എന്നിവർ സംസാരിച്ചു. എന്ത് പരിപാടി അവസാനിപ്പിച്ചാലും പ്രവാസികൾക്ക് ലഭിക്കുന്ന എന്തെങ്കിലും സാധ്യത ഇല്ലാതാക്കിയാൽ ഈ നാടിൽ വലിയ പ്രക്ഷോഭങ്ങൾ വരും. ആ പ്രക്ഷോഭത്തിന്റെ ചൂടിൽ നിങ്ങൾക്ക് ഒരുപാട് നാള് ഈ നാട്ടിൽ കൊണ്ടു നടത്താൻ കഴിയില്ല, നിങ്ങളുടെ ഭരണം കൊണ്ട് നടത്താൻ കഴിയില്ല എന്നുറക്കെ പ്രഖ്യാപിച്ച ഒറ്റപ്പാലത്തെ കരുത്തുറ്റുള്ള പ്രവാസികൾ മുഴുവൻ പങ്കെടുത്തുകൊണ്ടുള്ള അതിന് മുന്നോടിയായിട്ടുള്ള ഈ പ്രവർത്തനത്തിൽ പങ്കുചേർന്നിട്ടുള്ള ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ബഹളത്തിൽ മുങ്ങി ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗം. PMA ജലീൽ മുദ്രാവാക്യത്തിൽ അൺപാർലമെന്ററി പദം ഉപയോഗിച്ചതിൽ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് LDF കൗൺസിലർമാർ നടുത്തളത്തിലിറങ്ങിയതോടെയാണ് ബഹളത്തിന് തുടക്കം. വാക്കേറ്റം രൂക്ഷമായതോടെ ഇടതു വലത് കൗൺസിലർമാർ പരസ്പരം ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു. ഇടതു വലത് മുന്നണികളുടെ പോരാട്ട നാടകം അവസാനിപ്പിച്ച് കൗൺസിൽ നടത്താൻ BJP ആവശ്യപ്പെട്ടു. അജണ്ട ചർച്ച ചെയ്യാൻ ആർജവമില്ലാത്ത ഭരണസമിതി രാജിവെക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. നഗരസഭാ കൗൺസിലർ PAM ജലീൽ മുദ്രാവാക്യത്തിൽ അൺപാർലമെന്ററി പദം ഉപയോഗിച്ചതിൽ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ഇടത് കൗൺസിലർമാർ നടുത്തളത്തിൽ ഇറങ്ങിയതോടെയാണ് കൗൺസിൽ യോഗം ബഹളമായത്. മുസ്ലിം ലീഗ് കൗൺസിലർ ഉമർ ഫാറൂഖ് സംസാരിക്കാൻ എഴുന്നേറ്റപ്പോഴാണ് മുസ്ലിം ലീഗ് കൗൺസിലർ മാപ്പ് പറയണമെന്ന ആവശ്യമുയർന്നത്. എന്നാൽ സ്വർണം കെട്ടതാരപ്പ എന്ന പാടി ഗാനം ആലപിച്ചാണ് UDF കൗൺസിലർമാർ പ്രതികരിച്ചത്. ഇടത് വലത് കൗൺസിലർമാർ പരസ്പരം ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് കൗൺസിൽ യോഗം എത്തി. ഇടത് വലത് മുന്നണികളുടെ പോരാട്ട നാടകം അവസാനിപ്പിച്ച് കൗൺസിൽ യോഗം നടത്തണമെന്ന് BJP കൗൺസിലർ അനിത ആവശ്യപ്പെട്ടു. പാർലമെന്ററി മര്യാദ LDF കൗൺസിലർമാർ പാലിക്കണമെന്ന് UDF കൗൺസിലർ മുഹമ്മദ് അലി നാലകത്ത് പറഞ്ഞു. അജണ്ട ചർച്ച ചെയ്യാൻ ആർജവമില്ലാത്ത ഭരണസമിതി രാജിവെച്ചു പോകണമെന്നാവശ്യപ്പെട്ട് അജണ്ട കീറിക്കളഞ്ഞ് BJP കൗൺസിലർമാർ സഭ വിട്ടു. ഇതോടെ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടതായി ചെയർപേഴ്സൺ അറിയിച്ചു. കൗൺസിൽ യോഗത്തിൽ കൗൺസിൽ അജണ്ടയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ആക്റ്റിൽ പറയുന്നതല്ലേ, നിയമത്തിൽ പറയുന്നതല്ലേ. ഏതെങ്കിലും തരത്തിലുള്ള വിഷയം ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ 7 ദിവസം മുമ്പ് ചെയർപേഴ്സന് രേഖാമൂലം കത്ത് നൽകണം എന്നല്ലേ ആവശ്യപ്പെട്ടിട്ടുള്ളത്? അത് നിയമമല്ലേ? ആ നിയമമാണോ ഇവിടെ നടത്തുന്നത്? കൗൺസിൽ യോഗത്തിന്റെ മുമ്പാകെ ഏതെങ്കിലും ഒരു കാര്യം ഉന്നയിക്കണമെങ്കിൽ 7 ദിവസങ്ങൾക്ക് മുമ്പ് കത്ത് നൽകണം എന്നാണ് പറയുന്നത്. ആ കത്ത് അജണ്ടയായി ഉൾപ്പെടുത്താം ചെയർപേഴ്സണ് അത് അതിന്റെ നിയമമെന്ന് തോന്നുന്ന പക്ഷം, യുക്തമെന്ന് തോന്നുന്ന പക്ഷം അജണ്ടയായി ഉൾപ്പെടുത്താം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടികജാതിക്കാരിയായ പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ പലതവണ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പാഞ്ഞാൾ സ്വദേശിക്ക് ജീവപര്യന്തം തടവും 2,50,000 രൂപ പിഴയും കോടതി വിധിച്ചു. രണ്ടാനമ്മയ്ക്കൊപ്പം താമസിച്ചു വന്നിരുന്ന 14-കാരിയെ നാട്ടുകാരനും പരിചയക്കാരനുമായ പ്രതി പലതവണ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ച കേസിലാണ് വിധി. പ്രതി പിഴ അടയ്ക്കുന്ന പക്ഷം അതിജീവിതയ്ക്ക് നൽകാനും അല്ലാത്ത പക്ഷം വിവിധ വകുപ്പുകളിലായി 4 വർഷം അധിക തടവ് അനുഭവിക്കണമെന്നും കോടതി വ്യക്തമാക്കി. പാഞ്ഞാൾ വില്ലേജിലെ ആലുംപടി പ്രദേശത്തെ പൂളക്കൽ പറമ്പിൽ വീട്ടിൽ 39 വയസ്സുള്ള അസനയാണ് ജീവപര്യന്തം തടവിനും
2,50,000 രൂപ പിഴയടയ്ക്കാനും കോടതി വിധിച്ചത്. രണ്ടാനമ്മയ്ക്കൊപ്പം താമസിച്ചു വന്നിരുന്ന 14 വയസ്സുകാരിയായ അതിജീവിതയെ നാട്ടുകാരനും പരിചയക്കാരനുമായ പ്രതി പലതവണ ജോലി ചെയ്തു വന്നിരുന്ന കടയിൽ വെച്ച് ഭീഷണിപ്പെടുത്തി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് കോടതി ശിക്ഷ വിധിച്ചത്. അതിജീവിതയുടെ കൂട്ടുകാരികളോട് പറഞ്ഞ വിവരം സ്കൂൾ അധികൃതർ മുഖേന ചെറുതുരുത്തി പോലീസിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുഭാഷ് EV രജിസ്റ്റർ ചെയ്തു ആദ്യ അന്വേഷണം നടത്തിയ കേസ് കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ CR സന്തോഷ് തുടരന്വേഷണം നടത്തി. പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളതാണ്. പ്രോസിക്യൂഷൻ 26 സാക്ഷികളെ വിസ്തരിച്ചു. 23 രേഖകൾ ഹാജരാക്കിയിട്ടുള്ളതാണ്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് EA സീനത്ത് ഹാജരായി. ലൈസൺ ഓഫീസർ GA SI ഗീത, CPO ഷമീം എന്നിവർ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. പ്രതി പിഴത്തുക അടയ്ക്കുന്ന പക്ഷം അതിജീവിതയ്ക്ക് നൽകുവാനും അല്ലാത്ത പക്ഷം വിവിധ വകുപ്പുകളിൽ ആയി 4 വർഷം അധിക തടവ് അനുഭവിക്കുന്നതിനും വിധി പ്രസ്താവിച്ചിട്ടുള്ളതാണ്. അതിജീവിതയ്ക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള ശുപാർശയും കോടതി വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃപ്രയാറിൽ 16 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. കവർച്ചാ സംഘത്തിൽപ്പെട്ടവരെ തിരിച്ചറിഞ്ഞതായും കവർച്ചയ്ക്ക് പിന്നിൽ രഞ്ജിത്ത് എന്നാളുടെ സംഘമാണ് സൂചനയെന്നും സമാന സംഭവത്തിൽ വയനാട്ടിൽ രഞ്ജിത്തിന് കേസുള്ളതായും പോലീസ് പറഞ്ഞു. തട്ടിപ്പിന് ഇരയായത് പാലക്കാട് ജില്ലയിലെ വിളയൂർ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവർ. വിളയൂർ പഞ്ചായത്ത് അംഗം മുഹമ്മദ് റാഫി അടക്കമുള്ളവരാണ് തട്ടിപ്പിന് ഇരയായത്. ഇടപാടുകാരെ തൃപ്രയാറിൽ എത്തിച്ചത് രഞ്ജിത്ത് ഉൾപ്പെടുന്ന കുഴൽപ്പണക്കടത്ത് സംഘമാണ്. രൂപ ഡോളറിലാക്കി മാറ്റി നൽകാമെന്ന് എന്നറിയിച്ചാണ് സംഘം ഇവരെ തൃപ്രയാറിൽ എത്തിച്ചത്. ശേഷം ആക്രമിച്ച് മുളകുപൊടി സ്പ്രേ ചെയ്തു. പ്രതികൾ ഉടൻ പിടിയിലാകുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പിപ്പാതയിലെ ഗതാഗത നിയന്ത്രണം കുടുക്കിലായത് കണയം മണ്ണാറമ്പാറ പ്രദേശവാസികൾ. പട്ടാമ്പിപ്പാതയിൽ നിയന്ത്രണമുള്ളതിനാൽ വലിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതോടെ കണയം മണ്ണാറമ്പാറ റോഡിൽ ചരക്ക് ലോറികൾ കുടുങ്ങുന്നത് പതിവാകുന്നു. സൂചനാ ബോർഡ് പരിഗണിക്കാതെ ഇതുവഴിയുള്ള വലിയ ലോറികളുടെ കടന്നുപോക്ക് പല ഭാഗങ്ങളിലും റോഡ് തകർച്ചയിലേക്കും ചില ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തി തകരുകയും മണിക്കൂറോളം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു. പട്ടാമ്പിപ്പാതയിലെ ഗതാഗത നിയന്ത്രണം കുരുക്കിലാകുന്നത് കണയം മണ്ണാറമ്പാറ പ്രദേശത്തെ ജനങ്ങളാണ്. പട്ടാമ്പിപ്പാതയിൽ നിയന്ത്രണമുള്ളതിനാൽ വലിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടതോടെ കണയം മണ്ണാറമ്പാറ റോഡിൽ ചരക്ക് ലോറികൾ കുടുങ്ങുന്നത് പതിവാകുന്നു. 3 മണിക്കൂറാണ് ഈ പാതയിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടായത്. അതേസമയം രാത്രി സമയങ്ങളിൽ ആലിൻചൂട് ഭാഗത്ത് സൂചനാ ബോർഡ് വെക്കുമെങ്കിലും അത് വകവയ്ക്കാതെയാണ് വലിയ വാഹനങ്ങൾ ഈ പാതയിലൂടെ ചരക്കുമായി കടന്നുവരുന്നത്. ഇത് പാതയുടെ തകർച്ചയ്ക്കും കാരണമായിട്ടുണ്ട്. കൂടാതെ പാതയിലെ ചില ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീഴുകയും റോഡിൽ ഗർത്തം രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഷൊർണൂർ ചെർപ്പുളശ്ശേരി ബസ്സുകളുടെ സർവീസും രാവിലെ 9:30 വരെ സ്തംഭിച്ചു. ഇതോടെ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും ജനങ്ങളും ദുരിതത്തിലായി. ശനിയാഴ്ച പുലർച്ചെ 3:30 4 ലോറികൾ ഈ പാതയിൽ കുടുങ്ങിയത്. 3 ലോറികളിൽ അടക്കയും 1 ലോറിയിൽ ഉപ്പുമായിരുന്നു. വലിയ കയറ്റം മൂലമാണ് വലിയ വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയാതെ പാതയിൽ നിന്നത്. വിവരമറിഞ്ഞെത്തിയ വാർഡ് കൗൺസിലർ സിനി മനോജ്, നാട്ടുകാർ എന്നിവർ സ്ഥലത്തെത്തി തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തിയ ശേഷം കൗൺസിലറുടെയും നാട്ടുകാരുടെയും ആവശ്യപ്രകാരം പട്ടാമ്പി പാതയിലെ ഗതാഗത നിയന്ത്രണം അവസാനിപ്പിക്കുന്നതുവരെ ആലിൻചൂട് ഭാഗത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വലിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതിനായി നിയോഗിച്ചിട്ടുണ്ട്. രാവിലെ 9 മണിയോടെ കുളപ്പുള്ളിയിൽ നിന്നും ക്രെയിൻ എത്തിച്ചാണ് 4 ലോറികളും പാതയിൽ നിന്നും 10 മണിയോടെ നീക്കം ചെയ്തത്. ഇതോടെ പാതയിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചു. എന്നാൽ ഇന്ധനവില വർധനവും ലോറിയുടെ അറ്റകുറ്റപ്പണികൾക്കും പുറമെ ഒരു ക്രെയിനെത്തി വാഹനത്തിൽ കെട്ടി പാതയിൽ നിന്നും മാറ്റുന്നതിന് വലിയ ചെലവേറിയ കാര്യമാണെന്നും ഇത് ലോറിയുടെ മുതലാളിമാർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണെന്നും ഡ്രൈവർമാർ പറയുന്നു. போர்டு இல்லாட்டா நாங்கள் வரும்போது போர்டு இல்லை, போர்டு இருந்தால் நாங்கள் வந்திருக்க மாட்டோம். எங்களுக்கு தெரியல, தெரியாமல் இந்த ரூட்டு வந்துட்டோம். போர்டு அங்கே இல்லை, ஆல்ரெடி போர்டே இல்லை. ഹെവി വെഹിക്കിൾ നോ എൻട്രി ബോർഡേ ഇല്ല. ബോർഡില്ലാത്ത വഴി കൂടെ ഞങ്ങള് ബോർഡ് ഇല്ലാതനാല தான் நாங்கள் வந்து ബോർഡ് ഉണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് പറയുന്നത്. ഞങ്ങൾ വരുമ്പോൾ ബോർഡൊന്നും ഇല്ല. ബോർഡ് ലൊക്കേഷൻ കണ്ട വഴിക്ക് ഞങ്ങൾ കയറി വന്നു. വന്നു അൺടൈം കാട്ടി വന്നു. അതേസമയം പാതയിലെ വലിയ കയറ്റം ചുരുക്കേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ശോചനീയാവസ്ഥയിലായ ഈ പാതയുടെ ദുരവസ്ഥ ഒരു വാർഡിന്റെ ഫണ്ട് ഉപയോഗിച്ച് പരിഹരിക്കാൻ സാധിക്കില്ലെന്നും നഗരസഭയും MLAയും MP യും ഉൾപ്പെടെയുള്ളവർ ഇടപെടണമെന്നും വാർഡ് കൗൺസിലർ സിനി മനോജ് ആവശ്യപ്പെട്ടു. ഇവിടെ ഒരു അപകടം പതിയിരിക്കുന്നുണ്ട്. അത് ജനങ്ങൾക്ക് ദൂരെ നിൽക്കുന്ന വരുന്ന ആൾക്കാർക്ക് അറിയില്ല. അതിനെ അവിടെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ ഒരു വലിയ ഒരു ബോർഡ്, ഈ ഒരു കരാറുകാരെ ഓങ്ങല്ലൂർ റോഡ് അടയ്ക്കുമ്പോൾ, പട്ടാമ്പി റോഡ് അടയ്ക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അവിടെ അവരോട് പറഞ്ഞ് വലിയൊരു ബോർഡ് അവിടെ സ്ഥാപിക്കുക.
അവിടെ ആ ആലിൻചോട്ടിൽ 2 ഉദ്യോഗസ്ഥരെ നിർത്താം. ഇത് മാത്രമാണ് ഇതിനൊരു പരിഹാരമുള്ളൂ. അല്ലെങ്കിൽ രാത്രിയിൽ മുഴുവൻ ഇങ്ങനെ വണ്ടികൾ വന്ന് ഇവിടെ പ്രദേശവാസികളുടെയും ഉറക്കം നഷ്ടപ്പെടുകയാണ്. കാരണം ഏതെങ്കിലും നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് വന്ന് കുടുങ്ങുന്നത്. അവർക്കൊരു വെള്ളത്തിനോ അല്ലെങ്കിൽ അവർക്കൊരു ടോയ്ലറ്റ് സൗകര്യമോ ഒന്നും ഈ പ്രദേശത്തില്ല. ഈ ഒരു 2ാം വാർഡിലൂടെ പോകുന്ന ഈ പ്രധാനപ്പെട്ട റോഡാണ് ഈ പരിഗണന ഈ ഒരു അവഗണന നേരിടുന്നത്. വളരെയധികം പരിഗണന അർഹിക്കുന്ന ഒരു റോഡാണ്. ഇതൊരു ജനറൽ റോഡാണ്. ഒരിക്കലും ഒരു വാർഡിൻ്റെ റോഡ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ രാഷ്ട്രീയപരമായി തള്ളിക്കളഞ്ഞ് ഇതിലേക്ക് ഒരു ഫണ്ട് വെക്കാൻ വിസമ്മതിക്കുന്ന ഒരു സാഹചര്യം അല്ല ഇവിടെ ഉള്ളത്. അതുകൊണ്ട് രാഷ്ട്രീയ കണ്ണോടുകൂടെ ഇതിനെ കാണാതെ എല്ലാ MP-യും MLA ഒക്കെ ഒരു സമഗ്രമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ റോഡിൻ്റെ ദുരവസ്ഥ അടിയന്തരമായിട്ട് പരിഹരിക്കണം എന്നാണ് ഈ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ പരിശോധന ശക്തമാക്കി ഷൊർണൂർ നഗരസഭ ആരോഗ്യവകുപ്പ്. നഗരത്തിലെ വിവിധ ഹോട്ടലുകളിലും ബേക്കറികളിലുമാണ് പരിശോധന നടത്തിയത്. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ വിവിധ ഹോട്ടലുകളിലും ബേക്കറികളിലുമാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം അധികൃതർ ശുചിത്വ നിലവാരം ഉറപ്പാക്കുന്നതിനാവശ്യമായ പരിശോധന നടത്തി ഉടമകൾക്കും തൊഴിലാളികൾക്കും നിർദ്ദേശം നൽകിയത്. സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് കുമാർ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ദിവ്യ റാണി, ആതിര എന്നിവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ നഗരസഭയുടെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയിലെ അംഗൻവാടികളിലേക്കുള്ള കുക്കർ വിതരണം നടന്നു. വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി. നിർമ്മല നിർവഹിച്ചു. നമ്മൾ ഓരോ വർഷവും വകയിരുത്തുകയും മോശപ്പെട്ട അംഗൻവാടികൾക്ക് അവരുടെ ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഇവിടുന്ന് നടപ്പിലാക്കി കൊടുക്കാറുണ്ട്. എന്തെല്ലാം സൗകര്യങ്ങളാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഫർണിച്ചറുകൾ, അതുപോലെ തന്നെ കളിപ്പ് വകുപ്പുകൾ, നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് എന്നുള്ളത് ആളുകൾ ടീച്ചർമാർ പറയുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ പദ്ധതി വയ്ക്കാറുള്ളത്. അംഗൻവാടികളിലെ കുട്ടികൾക്കുള്ള പോഷണം ആരോഗ്യം ഉറപ്പാക്കുക എന്നാണ് പദ്ധതിയുടെ ലക്ഷ്യം. ശനിയാഴ്ച രാവിലെ നഗരസഭാ കൗൺസിൽ ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ ഷമിത സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ VC സിന്ധു, CK സൗമ്യ, C സന്ധ്യ, രവീന്ദ്രൻ, കൗൺസിലർമാരായ K കൃഷ്ണകുമാർ, VK ശ്രീകൃഷ്ണൻ, രജിത, ഗീത, രാജഗോപാൽ, രമാദേവി, മുഹമ്മദ് ആഷിഖ്, പ്രസന്ന, പുഷ്പലത എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 വിജയികൾക്കുള്ള അനുമോദനവും PN പണിക്കർ അനുസ്മരണവും ലൈബ്രറിയുടെ വാർഷിക ജനറൽ ബോഡി യോഗവും സംഘടിപ്പിച്ചു. ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല ഉദ്ഘാടനം ചെയ്തു. സമ്മാനാർഹരായി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ കൊണ്ടുവന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യത്നം, അതിൻ്റെ ഫലമായി കുട്ടികൾക്ക് വേണ്ട പഠനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും സർക്കാർ ഏർപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. അവർക്ക് ആവശ്യമായ ഹൈടെക് ക്ലാസ് മുറികളും അതുപോലെ ലാബുകളും അതുപോലെ തന്നെ വസ്ത്രം, ഭക്ഷണം, ഉച്ചഭക്ഷണമുള്ള സ്കൂളുകളുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പാഠപുസ്തകങ്ങൾ എല്ലാം കൃത്യസമയത്ത് കൈകളിലെത്തുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് SSLC+2 വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല ഉൾപ്പെടെയുള്ളവർ വിതരണം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് S. കൃഷ്ണദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം M. പ്രശാന്ത് PN പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ലൈബ്രറി വൈസ് പ്രസിഡന്റ് RG പിള്ള, ലൈബ്രറി വൈസ് പ്രസിഡന്റ് P. സിന്ധു, KC രാജൻ, R. മണി, വേണുഗോപാൽ, ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. ലൈബ്രറി സെക്രട്ടറി KC രാജൻ റിപ്പോർട്ട് അവതരണവും ലൈബ്രറി ട്രഷറർ MC ശങ്കരൻ വരവ് ചെലവുകണക്കും അവതരിപ്പിച്ചു. തുടർന്ന് ചർച്ച, മറുപടി എന്നിവയുണ്ടായി. ലൈബ്രറി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം MK രാമചന്ദ്രൻ സ്വാഗതവും ലൈബ്രറി എക്സിക്യൂട്ടീവ് അംഗം ശ്രീജ ഹരിദാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മണ്ണൂർ കൈമക്കുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ദിനാചരണവും പ്രസാദകൂട്ടും ഭക്തിസാന്ദ്രമായി. മഹാപ്രസാദകൂട്ടിൽ 7000-ഓളം ആളുകൾ പങ്കെടുത്തു. രാവിലെ 10-ന് കല്ലൂർ ഉണ്ണീകൃഷ്ണൻ നയിച്ച പഞ്ചാരിമേളം ഭക്തർക്ക് ഏറെ ആസ്വാദകരമായി. തുടർന്ന് മഹാപ്രസാദകൂട്ടിൽ 7000-ഓളം പേർ പങ്കെടുത്തു. രാവിലെ തന്നെ ക്ഷേത്ര മൈതാനിയിൽ ഭക്തരുടെ നീണ്ടനിര തന്നെ കാണാമായിരുന്നു. 11 മണിയോടെ ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി രവിനന്ദനുണ്ണി തിരി തെളിയിക്കുകയും തുടർന്ന് ആദ്യ ഭക്ഷണം വിളമ്പി ഭഗവതിക്ക് സമർപ്പിക്കുകയും ചെയ്തതോടെയാണ് പ്രസാദകൂട്ടിന് തുടക്കം കുറിച്ചത്. ക്ഷേത്രം ട്രസ്റ്റി മാനേജർ സുരേഷ്, പ്രസാദകൂട്ട് കമ്മിറ്റി പ്രസിഡന്റ് ചോലയിൽ അരവിന്ദാക്ഷൻ, സെക്രട്ടറി ബാലസ്വാമി, തുടർന്ന് 22ഓളം വരുന്ന കമ്മിറ്റി അംഗങ്ങളും പ്രസാദകൂട്ടിന് നേതൃത്വം നൽകി. വൈകിട്ട് ദീപാരാധന നടന്നു. തുടർന്ന് അകലൂർ ഭഗവതി നൃത്ത കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന നൃത്താർച്ചനയും ഉണ്ടായി. ഈ വർഷം നമുക്ക് ഉണ്ടായിരിക്കുന്ന എല്ലാ വർഷവും ഉണ്ട്,
ഈ വർഷം പ്രത്യേകിച്ചും ഉണ്ടായിട്ടുണ്ട്. മേലിലും എല്ലാ സഹകരണങ്ങളും എല്ലാ ജനങ്ങളുടെയും ഭക്തജനങ്ങളുടെയും ഉണ്ടാവണം. ദേശത്തമ്പലമായ കൈമൂലത്തുകാവ് ഏകദേശം 22 വർഷക്കാലമായി നടന്നു വരുന്ന പ്രതിഷ്ഠാദിന ആചരണവും മഹത്തായ പ്രസാദൂട്ടിൻ്റെയും ഭാഗമായി ദേശത്തെ എല്ലാ ഭക്തജനങ്ങളുടെയും സജീവ പങ്കാളിത്തത്തോടുകൂടി കഴിഞ്ഞ കാലങ്ങളിൽ സമുചിതമായി നടത്തി വന്ന പ്രതിഷ്ഠാദിന മഹത്തായ പ്രസാദൂട്ട് ഈ സുദിനത്തിലെ ഈ ധന്യമുഹൂർത്തത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഇതിലെ ദേവീ സന്നിധിയിൽ നാം എല്ലാം സാക്ഷ്യം വഹിച്ചുകൊണ്ട് വളരെ ഭംഗിയായി നടത്തുന്നതിലേക്കുള്ള ഒരു സജീവ പ്രയത്നത്തിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഇവിടെ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോർപ്പറേറ്റുകൾക്ക് പരവതാനി വിരിച്ച് അഴിമതിക്ക് കളമൊരുക്കുന്ന ബജറ്റാണ് ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയുമായ VD സതീശൻ അവതരിപ്പിച്ചതെന്ന് മുൻ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്. വീര്യം കുറഞ്ഞ മദ്യം യഥേഷ്ടം ഒഴുക്കാനാണ് മദ്യനികുതിയിൽ ഇളവ് വരുത്തിയതെന്നും ജീവനക്കാർക്കോ സമൂഹത്തിനോ ഉപകാരപ്രദമല്ലാത്ത ബജറ്റാണ് അവതരിപ്പിച്ചതെന്നും മുൻ മന്ത്രി. തള്ളലിൽ മാത്രം വിസ്മയം തീർക്കുന്ന മുഖ്യമന്ത്രിയുടെ വാക്കിന് അദ്ദേഹം തന്നെ വില കൽപ്പിക്കുന്നില്ലെന്നും MP രാജേഷ്. വരുമാനത്തിൽ പങ്കുണ്ട്, ബജറ്റിൽ സ്ഥാനമില്ല. കേരള ബജറ്റിൽ പ്രവാസി അവഗണന ആരോപിച്ച് ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. UDF സർക്കാരിൻ്റെ ജനപ്രിയ ബജറ്റിനെ സ്വാഗതം ചെയ്ത് NGO, KGOO സംഘടനകളുടെ ആഹ്ലാദ പ്രകടനം പാലക്കാട്. ബഹളത്തിൽ മുങ്ങി ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗം. PMA ജലീൽ മുദ്രാവാക്യത്തിൽ അൺപാർലമെന്ററി പദം ഉപയോഗിച്ചു എന്നാരോപിച്ച് LDF കൗൺസിലർമാർ നടുത്തളത്തിലിറങ്ങി. വാക്കേറ്റം രൂക്ഷമായതോടെ LDF UDF അംഗങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു. ഇടതു വലതു മുന്നണികളുടെ പൊറാട്ടു നാടകം അവസാനിപ്പിക്കണമെന്ന് BJP. അജണ്ട ചർച്ച ചെയ്യാൻ ആർജവമില്ലാത്ത ഭരണസമിതി രാജിവെക്കണമെന്നും BJP. പട്ടികജാതിക്കാരിയായ പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ പലതവണ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പാഞ്ഞാൾ സ്വദേശിക്ക് ജീവപര്യന്തം തടവും 2,50,000 രൂപ പിഴയും വിധിച്ച് കോടതി. രണ്ടാനമ്മയ്ക്കൊപ്പം താമസിച്ചിരുന്ന 14-കാരിയെ നാട്ടുകാരനും പരിചയക്കാരനുമായ പ്രതി ഭീഷണിപ്പെടുത്തി പലതവണ പീഡിപ്പിച്ച കേസിലാണ് വിധി. തൃപ്രയാറിൽ 16 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. കവർച്ചാ സംഘത്തിൽപ്പെട്ടവരെ തിരിച്ചറിഞ്ഞതായും കവർച്ചയ്ക്ക് പിന്നിൽ രഞ്ജിത്ത് എന്ന ആളുടെ നേതൃത്വത്തിലുള്ള സംഘമാണെന്നും പോലീസ്. തട്ടിപ്പിനിരയായത് പാലക്കാട് വിളയൂർ പഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ. പട്ടാമ്പിപ്പാതയിലെ ഗതാഗത നിയന്ത്രണം. കുരുക്കിലായത് കണയം മണ്ണാറമ്പാറ പ്രദേശവാസികൾ. പട്ടാമ്പിപ്പാതയിൽ നിയന്ത്രണമുള്ളതിനാൽ വലിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടതോടെ കണയം മണ്ണാറമ്പാറ റോഡിൽ ചരക്ക് ലോറികൾ കുടുങ്ങുന്നത് പതിവാകുന്നു. സൂചനാ ബോർഡ് പരിഗണിക്കാതെ ഇതുവഴിയുള്ള വലിയ ലോറികളുടെ കടന്നുപോക്ക് പല ഭാഗങ്ങളിലും റോഡ് തകർച്ചയ്ക്കും ചില ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തി തകരുകയും മണിക്കൂറോളം ഗതാഗതക്കുരുക്ക് നേരിടുകയാണെന്നും നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.